സംശയം മനസ്സിൽ വന്നു, അരുതാത്തത് കേട്ടു. ഓൺലൈൻ ഇരിക്കുന്നത് ഞാൻ പറയാം, നിങ്ങളുടെ മുകളിലായിരിക്കുന്ന അഭിഷിക്തന്മാരെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയരുത്. കുറ്റം പറയരുത്. ദൈവമക്കളെ കുറിച്ച് കുറ്റം പറയരുത്. സംശയങ്ങൾ പറഞ്ഞുണ്ടാക്കരുത്. ചർച്ച ചെയ്യരുത്. അഭിഷിക്തനെ കുറിച്ചോ ദൈവമക്കളെ കുറിച്ചോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്ക്. ഇങ്ങനെയൊക്കെയാണോ എന്ന് വിളിച്ച് ചോദിക്ക്. സംശയം തീർക്ക്. സംശയം എന്ന ആ ദുഷ്ടഹൃദയത്തെ അകത്ത് വെച്ച് ക്യാൻസറായി നിന്റെ മനസ്സും കുഷ്ഠമായി, നിന്റെ ശരീരവും തേജസ്സും നഷ്ടപ്പെട്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല, സ്നേഹിക്കാൻ കഴിയുന്നില്ല, ദൈവശക്തിയില്ല, ദൈവസ്നേഹമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. എവിടെ തുടക്കം? സംശയം. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, ഞാൻ ഈ സംഭവം കേൾക്കത്തില്ല. അഭിഷിക്തന്മാരെ കുറിച്ച് കുറ്റം പറയത്തില്ല. വേദന കൊണ്ട് ചിലരെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും, അതും ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. ഞാൻ എന്നെ പ്രതിക്കൂട്ടി കയറി നേരത്തെ ഞാൻ പറയുക, നീ എന്താണോ വിതയ്ക്കുന്നത് നീ കൊയ്തിരിക്കും. കഴിവതും ആരുടെയും കുറ്റം കേൾക്കാതിരിക്കുക, ആരുടെയും കുറ്റം പറയാതിരിക്കുക. ആ പാസ്റ്റർ ഭയങ്കര വിഷയം കേട്ടോ, പാസ്റ്റർ കള്ളനാ, ഇങ്ങനെയൊക്കെ കള്ളപ്രവാചകനാ, ഒന്നും ഇല്ല ഈ പറയുന്നൊന്നും. അപ്പം ഞങ്ങൾ ആണോ, അയ്യോ, പക്ഷെ മിനിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലോ, മിനിസ്റ്റർ ചെയ്യാമല്ലോ. കോൺവെർസേഷൻ കയറി ഹൈയിലോട്ട് പോകും. പിശാച് പറഞ്ഞ് പറയടാന്ന് പറയും. അപ്പോൾ എല്ലാം ആയിട്ട് കണക്റ്റ് ആവും. ശരിയാണല്ലോ, ഞാൻ മെനിങ്ങാന്ന് പോയപ്പം പുള്ളി എനിക്കങ്ങോട്ട് ശരി, ചുമ്മാതാ, പുള്ളിക്ക് അങ്ങ് തോന്നിപ്പോവുക. പിശാച് തോന്നലിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. പിന്നെ ആ പാസ്റ്ററിന്റെ ഒരു മീറ്റിങ്ങിന് പോകാൻ പറ്റത്തില്ല. നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ശാപത്തിൽ പോകാതിരിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം, ആരെക്കുറിച്ചും കുറ്റം പറയരുത്. ഒരഭിഷിക്തന്മാരെ കുറിച്ചും കുറ്റം കേൾക്കരുത്. ശാപം വീട്ടിൽ വിളിച്ച് വരുത്താൻ പിന്നെ വേറെ എവിടെയും പോണ്ട. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെയും പരിശുദ്ധാത്മാവ് ആക്കി വെച്ചിരിക്കുന്ന അഭിഷിക്തന്മാരെയും ദൈവമക്കളെയും സാധുക്കളെയും ഓരോ മനുഷ്യനെ കുറിച്ചും വേണ്ടാത്തത് പറയരുത്. സംശയം ആരുടെയും ഹൃദയത്തിൽ ഇട്ട് കൊടുക്കരുത്. അവിടെയാണ് ഡിവിഷൻ ഉണ്ടാകുന്നത്. വിഷൻ ഇല്ലാത്തവൻ ഡിവിഷൻ ഉണ്ടാക്കും. സത്യം.